Okay. Is the screen is visible? Hello, students. Okay. So, okay. First of all, we can go through the syllabus. Okay. So, module 5, that is basic electronic circuits and instrumentation. Okay, basic electronic circuits and instrumentation that we are going to discuss. Okay. So, in this syllabus, mainly, first of all, we are discussing about block diagram description of a DC power supply. Okay, ഒരു ഡി സി പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ഇതിൽ മെയിൻലി ഇതൊരു മൊഡ്യൂളാണ്. കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അതും അധികം വരുന്ന ടോപ്പിക്സും ബ്ലോക്ക് ഡയഗ്രാംസും അങ്ങനെയുള്ളതാണ്. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ഈസർ ആയിട്ട് നമുക്ക് വേഗം ക്യാച്ച് ചെയ്യുന്ന മൊഡ്യൂളാണ്. നമുക്ക് ഇത് വേഗം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ഇതിലുള്ള ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡി സി പവർ സപ്ലൈ. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും, അതിലുള്ള ഈച്ച് ബ്ലോക്സിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അത് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പം അതിൽ എന്തൊക്കെയുണ്ട്, റെക്ടിഫയേഴ്സ് ഉണ്ട്, പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, പിന്നെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം നമ്മൾ മൊഡ്യൂൾ വൈസ് പോവാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെക്ടിഫയേഴ്സ് ആൻഡ് പവർ സപ്ലൈ. ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡി സി പവർ സപ്ലൈ ആണ്. ഓക്കെ, ദെൻ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, അതിൽ വരുന്ന ഒരു ടേം ആണ് റെക്ടിഫയർ. റെക്ടിഫയറിന്റെ കേസിൽ വി ഹാവ് ടു സ്റ്റഡി ഓൺലി ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ആ ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ കപ്പാസിറ്റർ ഫിൽട്ടർ ആൻഡ് വർക്കിംഗ് ഓഫ് സിമ്പിൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. അത്രയും ടേംസ്. ഓക്കെ, ദെൻ ആംപ്ലിഫയേഴ്സ് ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അതിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ, ആൻഡ് ദെൻ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വർക്കിംഗ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഓർ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ വിത്ത് ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അത് പഠിക്കാനുണ്ട്. ദെൻ കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആൻഡ് ദെൻ ഫൈനലി ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ. അതിന്റെയും ബ്ലോക്ക് ഡയഗ്രാം ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. ഇത്ര ടേംസ് ആണ് നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡി സി പവർ സപ്ലൈ ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഈ മൊഡ്യൂൾ അങ്ങ് പഠിച്ചേക്കാം. നിങ്ങൾക്ക് വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന മൊഡ്യൂളാണ്. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം ഫസ്റ്റ് ഈ ഡി സി പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ ബ്ലോക്സ് ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സും. സോ ആ ബ്ലോക്ക് ഡയഗ്രാം ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്കത് ലോജിക് വെച്ചിട്ട് കോൺസെപ്റ്റ് വെച്ച് അപ്രോച്ച് ചെയ്യാം. Okay, so let's start the portion. Okay, before that we have to discuss some basic terms. What is AC? This is we already discussed. അല്ലേ, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്തതാണ്. What is AC? Alternating current describes the flow of charges that changes direction periodically. That is alternating current. അല്ലേ, alternating current describes the flow of charges that changes direction periodically. Okay, alternating current എന്താണ്? Alternating current means ആ ഒരു ചാർജിന്റെ ഫ്ലോ ആണ് which changes its direction periodically. Okay, അത് periodically അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Okay, this is what? This is AC current. Okay, and as a result the voltage will also reverses along with the current. AC current, AC voltage means എന്താണ്? Which is a sinusoidally varying quantity, അല്ലെങ്കിൽ പീരിയോഡിക്കലി ചേഞ്ചിങ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അതിന് ടൈം പീരീഡ് അനുസരിച്ച് അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വരും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ AC ഈസ് യൂസ്ഡ് ടു പവർ ടു ഹൗസസ്, ഓഫീസ്, ബിൽഡിങ്സ് എക്സെട്ര. ഓക്കെ, നമുക്കറിയാം എന്താണ്, നമ്മൾ ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻസിലൊക്കെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് AC കറണ്ട് ആണ്, അല്ലെങ്കിൽ AC പവർ ആണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹൗസിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് എന്താണ്? AC പവർ ആണ്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വാട്ട് 50 ഹെർട്സ് കിട്ടും. ഇനി 3 ഫേസ് ആണെങ്കിൽ 415 വാട്ട് 50 ഹെർട്സ് സപ്ലൈ കിട്ടും. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. നമ്മുടെ ഫ്രീക്വൻസി എന്താണ്? 50 ഹെർട്സ് ആണ്. വിച്ച് മീൻസ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഹൗസിൽ അവൈലബിൾ ആയി കിട്ടുന്ന കറണ്ട് ഒക്കെ എന്താണ്? ഹൗസ്, ഓഫീസ് അല്ലെങ്കിൽ ബിൽഡിങ്സിലൊക്കെ കിട്ടുന്നത് AC പവർ ആണ്. ഓക്കെ, ബട്ട് നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സും AC യിൽ വർക്ക് ചെയ്യുന്നതാണോ? നമ്മളിപ്പം
ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിരിക്കട്ടെ, ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് എ സി കറണ്ട്സ് മാത്രമാണോ, അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഓൺലി എ സി കറണ്ടിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണോ? യെസ്, ഗുഡ്. അല്ല ഡി സി ഉണ്ട്. യെസ്, എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ബട്ട് നമുക്ക് എന്താണ്, മോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ്സിൽ നമുക്ക് ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ ലെവലിലെ ഡി സി ആണ് ആവശ്യം, അല്ലേ? നമ്മുടെ മോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ്സും നമുക്ക് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പല ടോയ്സും, മീൻസ് നമ്മുടെ ലാപ്ടോപ്സ്, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ റേഡിയോസ്, അങ്ങനെ പല കാര്യങ്ങളും എന്താണ്, ലോ വോൾട്ടേജ് ഡി സിയിൽ വർക്ക് ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും എന്താണ്, ലോ വോൾട്ടേജ് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്ന ഈ എ സി വോൾട്ടേജിനെ, എ സി വോൾട്ടേജ് മീൻസ് ഹൈ വാല്യൂ ആയിരിക്കും. 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. സിംഗിൾ ഫേസ് ആണെങ്കിലും ആ വാല്യൂലാണ് അവൈലബിൾ ആകുക. ഓക്കെ, ദാറ്റ് മീൻസ് ഉള്ള ആ ഒരു എ സി ക്വാണ്ടിറ്റിനെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ലോ വാല്യൂ ഓഫ് ഡി സി. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനാണ് ആക്ച്വലി നമ്മൾ ഈ ഡി സി പവർ സപ്ലൈ പഠിക്കുന്നത്. ഓക്കെ, സോ എ സിയുടെ കേസ് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ഡി സി? ഡി സി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടേം ആണ്. നമ്മൾ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് എ സി ആണെങ്കിൽ കൂടി നമുക്ക് മോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ്സിൽ യൂസ് ചെയ്യുന്നത് ഡി സി കറണ്ട് ആൻഡ് ഡി സി വോൾട്ടേജസ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഡി സി മീൻസ് എന്താണ്, യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്, വിച്ച് മീൻസ് അതിന് ഒരു പൊളാരിറ്റിയേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂ ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആകാം. ഓക്കെ, അത് പീരിയോഡിക്കലി അതിന്റെ വേവ് ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. Then direct current is produced by sources such as batteries, power supplies, thermocouples, solar cells or dynamos. ഇതൊക്കെയാണ് അതിന്റെ സോഴ്സസ്. Okay, direct current, DC current can be produced by using batteries, power supplies, thermocouples, solar cells or dynamos. Okay, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് കറന്റ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. നമുക്ക് ഡി സി കറണ്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡി സി കറണ്ട് നമുക്കൊരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമുക്കത് വേറൊരു പ്ലേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഡി സി കറണ്ടിൽ പോസിബിൾ ആണ്. ബട്ട് എ സി കറണ്ടിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് ഡി സി ആൻഡ് എ സി. ഓക്കെ, ദെൻ വാട്ട് ഈസ് പവർ സപ്ലൈ? ഹിയർ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് കറണ്ടിന്റെ വൺ സോഴ്സ് എന്താണ്, പവർ സപ്ലൈസ് ആണ്, അല്ലേ? പവർ സപ്ലൈസ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പം ഓക്കെ, നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പല എക്യുപ്മെന്റ്സ് ഒക്കെ ബാറ്ററീസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നമ്മൾ അതിൽ ബാറ്ററീസ് ആണ് ഇടുക, ചെറിയ ബാറ്ററിയും വലിയ ബാറ്ററീസും ഒക്കെ ഇടും. ഇനി പല എക്യുപ്മെന്റ്സ് നമ്മൾ ഡയറക്ട്ലി നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ഡയറക്ട്ലി പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. ബട്ട് പ്ലഗിൽ കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ സി കറണ്ട് ആണെങ്കിലും നമ്മുടെ കയ്യിൽ ആ ഒരു പവർ സപ്ലൈസിന്റെ അകത്ത് ഒരു കൺവേർഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ടാവും. അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആ എക്യുപ്മെന്റിലേക്ക് പോകുന്നത് ലോ വാല്യൂ ഓഫ് ഡി സി ആയിരിക്കും. ഓക്കെ, അതാണ് പവർ സപ്ലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോളാറിനൊക്കെ കിട്ടുന്നത് എന്തായാലും അതൊക്കെ ഡി സി ആണ്. ഡൈനാമോസ്, തെർമോകപ്പിൾസ് ഒക്കെ ഡി സി വാല്യൂ ആണ്, ഡി സി കറണ്ട് ആണ്, ഡി സി വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ഈ പവർ സപ്ലൈ? Okay, power supply case ആണ് പറയുന്നത്. Power supply, it is an electronic device that supplies electric energy. Okay, power supply means എന്താണ്, it is an electronic device ആണ് that supplies electric energy. Okay, the primary function of a power supply is to convert one form of electrical energy to another, and as a result power supplies are sometimes referred to as an electric power converters. Okay, power supply എന്താണ്? It is an electronic device that supplies electric energy, and the primary function of power supply is that it converts one form of electrical energy into another. Okay, as a result power supplies are sometimes referred to as electrical power converters. Okay, so here നമ്മുടെ power supply എന്താണ് ചെയ്യുന്നത്? നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്ന ഹൈ വാല്യൂ ഓഫ് എ സി കറണ്ടിനെ എന്ത് ചെയ്യുന്നു? അതിനെ ലോ വാല്യൂ ഓഫ് ഡി സി വോൾട്ടേജ് ഓർ ഡി സി കറണ്ടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് പവർ സപ്ലൈസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്ത്, പവർ സപ്ലൈ. ഓക്കെ, സോ എ സി ടു ഡി സി പവർ സപ്ലൈ.
Okay, it makes all electronic equipments work. It converts AC input line to DC output voltage. Okay, input ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈ വാല്യൂ ഓഫ് AC പവർ ആയിരിക്കും. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ലോ വാല്യൂ ഓഫ് DC വോൾട്ടേജ് ആണ് കിട്ടുക. Okay, and it is the one that supplies the disturbed voltage or current in a circuit. Okay, നമുക്ക് പറയാൻ പറ്റും. ഈ അഡാപ്റ്റേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? അഡാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ 15 വോൾട്ട് അഡാപ്റ്റർ, 5 വോൾട്ട് അഡാപ്റ്റർ, അതെന്തിനാണ്? ഇപ്പൊ ഓരോ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും സ്പെസിഫിക് ആയിട്ടൊരു സപ്ലൈ വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, അതിനിപ്പം ഓരോന്നിനും 15 വോൾട്ട് ആയിരിക്കും അതിന്റെ സപ്ലൈ വോൾട്ടേജ്, ഓരോന്നിനും 5 വോൾട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു വോൾട്ടേജ് അതിന് വേണം, സപ്ലൈ വോൾട്ടേജ് ആയിട്ട് വേണം. ഓക്കെ, അങ്ങനത്തെ കേസസിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യും. അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്ട്ലി പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. ഓക്കെ, ദെൻ അഡാപ്റ്ററിനകത്ത് അതിൽ കൺവേർഷൻ നടന്നു, അതിനെ റെക്ടിഫൈ ചെയ്തു. റെക്ടിഫൈ മീൻസ് എന്താണ്? AC ടു DC, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ അതിനെ റിപ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്തു, അതിനെ റെഗുലേറ്റ് ചെയ്തു, കറക്റ്റ് 15 വോൾട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടേക്ക് എന്താണ്? സപ്ലൈ തന്നെയാണ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ് കൊടുക്കുന്ന പവർ സപ്ലൈ ആണത്. ആ ഒരു സർക്യൂട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരിക്കും കൺവേർഷൻ ആണ് ചെയ്യുന്നത്. എനർജി ഫ്രം വൺ ഫോം ടു അനദർ ഫോം ആണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ AC എന്താണെന്ന് അറിയാം, DC എന്താണെന്ന് അറിയാം, എന്താണ് പവർ സപ്ലൈ എന്ന് അറിയാം. ഓക്കെ, പിന്നെ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് DC അത് നമുക്ക് അറിയാം അല്ലേ? DC മീൻസ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്താണ്? DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് DC അത്യാവശ്യമാണ്. നമ്മൾ ഒന്നുകിൽ ബാറ്ററീസ് യൂസ് ചെയ്ത് സപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ ഉള്ളവയാണെങ്കിൽ അതുപോലെ സപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള AC-നെ നമ്മുടെ പവർ സപ്ലൈസ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് DC ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മളിപ്പം ജസ്റ്റ് ഒരു എക്യുപ്മെന്റ് എടുത്ത് നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഡയറക്റ്റ് AC ആണ് കൊടുക്കുന്നത്. അല്ല, നമ്മൾ ആ AC-നെ കൺവേർട്ട് ചെയ്ത് ലോ വാല്യൂ ഓഫ് DC ആക്കിയിട്ടാണ് നമ്മൾ ആ എക്യുപ്മെന്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ DC പവർ സപ്ലൈ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റെഗുലേറ്റഡ് DC പവർ സപ്ലൈ. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് regulated DC power supply. Okay, so in this block diagram we can see the first one means AC line. Okay, first one എന്താണ്? നമുക്ക് AC line means നമുക്ക് plug in ആ ഒരു plug-ൽ നിന്ന് കിട്ടുന്ന ആ ഒരു പവർ, അത് AC പവർ ആണ്. ഓക്കെ, അത് നോർമലി എന്തായിരിക്കും? സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആയിരിക്കും. ഓക്കെ, that is first given to transformer. Okay, first block എന്താണ്? Transformer, then rectifier, then filter, then regulator, and finally to the load. Okay, load in the sense അതായിരിക്കും നമ്മുടെ specific equipment. Okay, electronic equipment ആയിരിക്കും load. Okay, so first of all നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് AC ആണ്. Then first comes transformer, then rectifier, then filter, and finally regulator. Okay, ഇത് അവിടെ നിന്നാണ് ഡയറക്റ്റ് ലോഡിലേക്ക് പോകുന്നത്. Okay, then ഫസ്റ്റ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ഏതാണ്? ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് പറയോ? എന്തിനാണ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സ് കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചതാണല്ലോ, പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ അപ്പോഴൊക്കെ ആ ഒരു ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ട്രാൻസ്ഫോമേഴ്സ് എന്താണ്? ഇറ്റ് കൺവേർട്സ് ദ ഹൈ ഇൻപുട്ട് വോൾട്ടേജ് AC ടു എ ലോവർ AC വോൾട്ടേജ്. ഓക്കെ, അതാണ് അതിന്റെ മേജർ ഫംഗ്ഷൻ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്താണ്? AC ഹൈ വാല്യൂ ആണ്. ഓക്കെ, 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. സോ അതിനെ ലോ വാല്യൂ ഓഫ് AC ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ആണ്. Okay, the transformer converts the input high voltage AC to a lower AC voltage. Okay, that is the purpose of transformer. Okay, and also it provides isolation of the components from the AC power supply. Okay, അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്റ്റ് AC സപ്ലൈന്ന്
ബാക്കിയുള്ള ഇലക്ട്രോണിക് കോമ്പണൻസിനൊക്കെ ഒരു ഐസൊലേഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമറിൽ ഒരു കണക്ഷൻ വരുന്നത് കൊണ്ട് ഈ എ സി സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് അതർ എലമെന്റ്സിലേക്ക് അല്ലെങ്കിൽ അതർ കോമ്പണൻസിലേക്ക് കണക്ഷൻ വരില്ല. ഓക്കെ, മറിച്ച് ഇതിപ്പം ഡയറക്റ്റ് എ സി സപ്ലൈ ഇതിലുള്ള കോമ്പണൻസുമായിട്ട് കണക്ഷൻ വരുവാണെങ്കിൽ എ സി സപ്ലൈയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് മേ ലീഡ് ടു ഡാമേജസ് ടു ദീസ് കോമ്പണൻസ്. ഓക്കെ, അങ്ങനെ ഒരു കേസ് ഉണ്ടാകും. എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ എ സി സപ്ലൈയിൽ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ഡാമേജസ് ഓഫ് ദ കോമ്പണൻസ് ഇൻ ദ പവർ സപ്ലൈ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റിനും എന്തെങ്കിലും ഡാമേജസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യാനും കൂടിയാണ് ഇവിടെ ട്രാൻസ്ഫോമർ വെക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫോമേഴ്സ് നമുക്കറിയാം, അതിനൊരു പ്രൈമറി കോയിൽ ഉണ്ടാകും. ട്രാൻസ്ഫോമേഴ്സ് നിങ്ങൾക്ക് അറിയില്ലേ? ട്രാൻസ്ഫോമേഴ്സ് എന്താണ്? ഒരു പ്രൈമറി കോയിൽ ഉണ്ടാകും, ഒരു സെക്കൻഡറി കോയിൽ ഉണ്ടാകും. ട്രാൻസ്ഫോമേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ദർ ക്യാൻ ബി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഓർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ലെവൽ, ഓക്കെ, ഇപ്പൊ 10 വോൾട്ട് ആണ്, ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ, 10 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് ആണെങ്കിൽ സെക്കൻഡറിയിൽ നമുക്ക് എത്ര കിട്ടും? ഒരു 20 വോൾട്ട് കിട്ടും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രാൻസ്ഫോമർ റേഷ്യോ ആണ്. അത് ഓരോ ട്രാൻസ്ഫോമറിനും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന ലോ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഔട്ട്പുട്ടിൽ ഹൈ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ദെൻ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ചെറിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് ഇൻ ദ സെൻസ് സെക്കൻഡറിയിൽ കിട്ടും. ഓക്കെ, പ്രൈമറിയിൽ കൊടുക്കുന്ന 20 വോൾട്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സെക്കൻഡറിയിൽ 10 വോൾട്ട് കിട്ടും. അതാണ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിട്ടാണ് കണക്ഷൻസ് വരുന്നത്, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. സോ എന്താണ്, ഈ ട്രാൻസ്ഫോമേഴ്സ് ഈ സ്റ്റാർട്ടിങ്ങിൽ വെക്കുകയാണെങ്കിൽ, ഈ എ സി സപ്ലൈയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഒരു പർപ്പസ് എന്താണ്? It is used to convert high value of AC into a lower value, and second purpose is to provide isolation, okay, for the components in the power supply. Okay, ഇതിലുള്ള ഡിഫറെന്റ് കോമ്പണൻസിന് ഈ ഡയറക്റ്റ് എ സി സപ്ലൈയിൽ നിന്ന് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും? യെസ്, ഗുഡ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുക അല്ലെ? ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അനുസരിച്ച് കൊടുക്കുന്ന 230 വോൾട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഒരു ലോവർ വാല്യൂ ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ട്രാൻസ്ഫോമർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് ബ്ലോക്ക് എന്താണ്? സെക്കൻഡ് ബ്ലോക്ക് കംസ് റെക്ടിഫയർ. ഓക്കെ, റെക്ടിഫയറിന്റെ പർപ്പസ് എന്താണ്? What is the purpose of rectifier? Okay, rectifiers are electronic circuits that convert the transformer. Yes, good. AC to DC. Yes, rectifiers എന്താണ് യൂസ് ചെയ്യുന്നത്? They are used to convert the transformer output. Transformer output എന്ന് പറഞ്ഞാൽ എന്താണ്? AC വോൾട്ടേജ് തന്നെയാണ്, ബട്ട് ലോ വാല്യൂ ഓഫ് AC വോൾട്ടേജ് ആണ് അല്ലെ? ആ ലോ വാല്യൂ ഓഫ് AC വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് ഒരു പൾസേറ്റിംഗ് ഡി സി ആക്കി മാറ്റാനാണ് നമ്മൾ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ സി ടു ഡി സി ആണ്, ബട്ട് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്യൂർ ആയിട്ടൊരു ഡി സി എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ റെക്ടിഫൈഡ് പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് ഒരു എ സി ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വിച്ച് ഇസ് പീരിയോഡിക്കലി വേരിങ് നേച്ചർ ആണ്. അത് ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻപുട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഹൈ വാല്യൂ ഓഫ് എ സി കൊടുക്കുന്നു. ഓക്കെ, അത് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോഴേക്കും ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ ലോ വാല്യൂ ഓഫ് എ സി. ഓക്കെ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ, ഹൈ വാല്യൂ നമ്മൾ ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ലോ വാല്യൂ ഓഫ് എ സി ആക്കി. ഓക്കെ, നെക്സ്റ്റ് ഇനി അത് നമ്മൾ റെക്ടിഫയറിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, റെക്ടിഫയർ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, യൂണി ഡയറക്ഷണൽ ആയി അല്ലെ? ഇതുപോലെയാണ് റെക്ടിഫയർ ഔട്ട്പുട്ട് ഉണ്ടാകുക. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. ബട്ട് അത് പ്യൂർ ഡി സി ആണോ? പ്യൂർ ഡി സി ഇൻ ദ സെൻസ് നോക്കൂ, നമുക്ക് ഇതുപോലെ പ്യൂർ ആയിട്ടുള്ളൊരു ഡി സി വേണം. ഓക്കെ, ഇതുപോലെ പ്യൂർ ഡി സി ആണോ?
അല്ല അല്ലെ, ഒരു പൾസേറ്റിംഗ് ഡി സി ആണ്. അപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എപ്പോഴും നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ആണ് കിട്ടുക. ആ പോയിന്റ് ശ്രദ്ധിക്കുക, പൾസേറ്റിംഗ് ഡി സി. ഓക്കെ, ബട്ട് നമുക്ക് എല്ലാ എക്യുപ്മെന്റ്സിനും, മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും എന്താണ്, വി നീഡ് പ്യുവർ ഡി സി. ഓക്കെ, പൾസേറ്റിംഗ് ഒന്നും ഇല്ലാതെ പ്യുവർ ആയിട്ടൊരു, ഇതുപോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡി സി വോൾട്ടേജ് വേണം. ഓക്കെ, പൾസേറ്റിംഗ് ഡി സി നോക്കിയാൽ നമുക്ക് അതിന് 0 to മാക്സിമം, ദെൻ അഗെയിൻ 0, ദെൻ അഗെയിൻ മാക്സിമം, ദെൻ അഗെയിൻ 0, അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ എക്യുപ്മെന്റിന്റെ പെർഫോമൻസ് എന്തായും, ഡിഗ്രേഡ് ചെയ്യും. ഓക്കെ, ഏത് ഇലക്ട്രോണിക് എക്യുപ്മെന്റിലേക്കാണോ നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നത്, അപ്പൊ പൾസേറ്റിംഗ് ഡി സി ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ, അത് ഡിഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ, അത് ഡാമേജ് ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് ചെയ്യണം, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡി സി വേണം നമുക്ക് എക്യുപ്മെന്റ്സിലേക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്താണ്, ഡി സി ആണ്, ബട്ട് ഇറ്റ് ഈസ് എ പൾസേറ്റിംഗ് ഡി സി ആണ്. ഓക്കെ, സോ റെക്ടിഫയറിന്റെ നമ്മളിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, എന്താണ്, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ദ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് വോൾട്ടേജ്, okay, that is low value of AC voltage, to a pulsating DC, that is varying DC. Okay, that is the purpose of that is the purpose of rectifier. Okay, then comes the filter circuit. Okay, then comes the filter circuit. Okay, so a rectifier in the output endana, it is a DC. Okay, but what is the disadvantage of pulsating DC? എന്താണ്, നമുക്കതൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല അല്ലെ, അത് വേരിയിങ് ഡി സി ആണ്. വി നീഡ് എ സ്മൂത്ത് കോൺസ്റ്റന്റ് ഡി സി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ ഒരു വേരിയേഷനാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പൾസേറ്റിംഗ് ഡി സിയിലുള്ള ഈ ഒരു വേരിയേഷൻസിനാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള റിപ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള റിപ്പിൾസ് റിമൂവ് ചെയ്ത് സംമോർ സ്മൂത്തർ ആയിട്ടൊരു ഡി സി ആയി കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെയാണ് ഫിൽറ്റർ ഔട്ട്പുട്ട് ഉണ്ടാകുക. ഓക്കെ, ഇതുപോലെയാണ്. നോക്കി, ഇതാണെങ്കിൽ ആ ഒരു വേരിയേഷൻ കുറച്ചൊന്ന് കുറഞ്ഞു അല്ലേ, സീറോയിലേക്ക് ടച്ച് ചെയ്യുന്നില്ല, മാക്സിമം പോവും, ദെൻ ചെറിയൊരു ഡിപ്പ് വരും, ദെൻ അഗെയിൻ മാക്സിമം പോവും, ചെറിയൊരു ഡിപ്പ് വരും, ആ രീതിയിലാണ്. ബട്ട് സംവാട്ട് സ്മൂത്തർ ആയി. ഓക്കെ, ആക്ച്വലി കോൺസ്റ്റന്റ് ഡി സി കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി. അപ്പൊ അങ്ങനെ ഒരു സ്മൂത്തർ ആയിട്ട് റിപ്പിൾ ഫ്രീ ഡി സി വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇതിൽ ഈ ഒരു സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ഫിൽറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, കപ്പാസിറ്റർ ഫിൽറ്ററിനെയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതാണ് തേർഡ്. ഓക്കെ, ഫിൽറ്റർ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫയർ ഈസ് പാസ്ഡ് ത്രൂ എ ഫിൽറ്റർ സർക്യൂട്ട് ഫോർ റിമൂവിംഗ് മോസ്റ്റ് ഓഫ് ദ റിപ്പിൾസ്. അതാണ് മോസ്റ്റ് ഓഫ് ദ റിപ്പിൾസ് അതിൽ തന്നെ റിമൂവ് ചെയ്ത് കളയും. നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ കപ്പാസിറ്റി അനുസരിച്ച്, അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ ഒരു റിപ്പിൾ കണ്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ നമ്മൾ ഹയർ കപ്പാസിറ്റൻസ് വാല്യൂലുള്ള കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മോർ സ്മൂത്തർ ആയ ഡി സി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് വാല്യൂ കുറവാണെങ്കിൽ കുറച്ച് റിപ്പിൾ കണ്ടന്റ് ഉള്ള ഡി സി ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, അതൊക്കെ നമ്മൾ ഓരോ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന വാല്യൂ, കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ടിലുള്ള പെർഫോമൻസ് ചേഞ്ച് ആവും. ഓക്കെ, സോ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിലുള്ള ഡി സി. Okay, then finally comes what, regulator block അല്ലേ. നെക്സ്റ്റ് ഫൈനലി വരുന്നത് എന്താണ്, റെഗുലേറ്റർ ബ്ലോക്ക് ആണ്. ഓക്കെ, ഓർ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, സോ എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ? Voltage regulator means it maintains a constant output DC voltage irrespective of the variations in the load current at the output. Okay, അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ വെക്കും. ഇപ്പൊ ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ പൾസേറ്റിംഗ് കിട്ടി, ദെൻ ഇതിനെ നമ്മൾ വീണ്ടും ഒരു റെഗുലേറ്ററിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ ഇതുപോലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഡി സി കിട്ടും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വാല്യൂ വിൽ ബി ഫിക്സഡ്. ഇപ്പൊ നമ്മളൊരു 15 വോൾട്ടിനാണെങ്കിൽ അത് 15 വോൾട്ട് തന്നെ ആയിട്ട് ഫിക്സഡ് ആയി കിട്ടും. ഓക്കെ, റെഗുലേറ്റേഴ്സ് എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന എന്ത് വേരിയേഷൻസും, ആ ലോഡിൽ ഉണ്ടാകുന്ന എന്ത് വേരിയേഷൻസും, അതുപോലെ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന സപ്ലൈയിൽ എന്ത് വേരിയേഷൻസിന് റെക്ടിഫയറിന്റെ ഈ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു ഫിക്സഡ് വോൾട്ടേജിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും.
ഓക്കെ, ഈ റെഗുലേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് ഒരു 15 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എപ്പോഴും അത് 15 വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും 15 വോൾട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതിൽ വേരിയേഷൻ എങ്ങനെയൊക്കെയാ വരിക? ഒന്നുകിൽ ഇൻപുട്ട് സപ്ലൈയിൽ എന്തെങ്കിലും വേരിയേഷൻ വരണം. ഓക്കെ, ഇൻപുട്ട് സപ്ലൈയിൽ വോൾട്ടേജ് AC വോൾട്ടേജ് കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആക്ച്വലി എന്ത് വേണം? അതൊക്കെ ഇവിടെ റിസംബ്ലൻസ് കാണിക്കണം അല്ലേ? അതൊക്കെ ഇവിടിലൂടെ പാസ് ചെയ്ത് നമുക്ക് ഈ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യണം? വോൾട്ടേജിൽ വേരിയേഷൻസ് വരണം. ഓക്കെ, ഇവിടെ 230 കിട്ടുമ്പോൾ മാത്രമേ ഇവിടെ 15 കിട്ടുള്ളൂ. ഇനി 230 കൂടുകയോ കുറയോ ചെയ്യുവാണെങ്കിൽ ഈ റെഗുലേറ്റർ ഇവിടെ ഇല്ലെങ്കിൽ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നേരെ ലോഡ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഈ 230 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 15 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ 230 കൂടുതൽ, ഇപ്പൊ 250യോ അല്ലെങ്കിൽ 220, 2 ഒക്കെ വേരിയേഷൻ വരികയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് വേരിയേഷൻ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിലും കാണിക്കും. ആ 15 വേരിയേഷൻസ് വരും. ഓക്കെ, ബട്ട് അത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. നമ്മളൊരു ഇലക്ട്രോണിക് എക്യുപ്മെന്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ഫിക്സഡ് വാല്യൂ തന്നെ വേണം. 15 വാട്ടാണ് സപ്ലൈ എങ്കിൽ അത് എപ്പോഴും 15 തന്നെ കിട്ടണം. അതിൽ വേരിയേഷൻസ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് റെഗുലേറ്റർ ആണെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസ് ഒക്കെ ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിനെയും എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ ലോഡിൽ വരുന്ന വേരിയേഷൻ കണക്ട് ചെയ്യുന്നത് ലോഡിൽ എന്തെങ്കിലും ലോഡ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറണ്ടിൽ വാല്യൂയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതും ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ബട്ട് റെഗുലേറ്റർ വെക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. റെഗുലേറ്റർ വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വാല്യൂവിന് വേണ്ടിയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ വാല്യൂ തന്നെ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. Okay, so voltage regulators എന്താണ്? It maintains a constant output DC voltage irrespective of the variation in load current at the output or variations in AC main input. Okay, അപ്പം ഔട്ട്പുട്ടിൽ എന്ത് ലോഡ് കറണ്ടിൽ വേരിയേഷൻസ് ഉണ്ടായാലും ഇൻപുട്ടിൽ AC എന്ത് വേരിയേഷൻസ് ഉണ്ടായാലും ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഒരു ഫിക്സഡ് വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഓക്കെ, നോർമലി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ, ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ IC റെഗുലേറ്റേഴ്സ്, സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ഒക്കെ. ഓക്കെ, നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് റെഗുലേറ്റർ. ഓക്കെ, സോ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത വോൾട്ടേജ് ഫൈനലി എന്ത് ചെയ്യും? ലോഡിലേക്ക് കൊടുക്കും. ഓക്കെ, ഇതാണ് എന്ത്? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ റെഗുലേറ്റഡ് DC പവർ സപ്ലൈ. ഓക്കെ, ഈ ബ്ലോക്ക് ഡയഗ്രാം ക്ലിയർ ആണോ? ഇതിൽ മെയിൻ ആയിട്ട് 4 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫോമർ ആണ്, സെക്കൻഡ് വൺ റെക്ടിഫയർ, ദെൻ കംസ് ഫിൽറ്റർ, ദെൻ റെഗുലേറ്റർ ആൻഡ് ഫൈനലി ടു ദ ലോഡ്. ഓക്കെ, ട്രാൻസ്ഫോമർ എന്താണ്? Transformer is a device used to convert high value of AC into a lower value. Okay, here step down transformer ആണ് യൂസ് ചെയ്യുന്നത്. It converts input high voltage to a low AC voltage. Okay, it will provide transmission of other current from the AC main supply. Okay, and next comes the rectifier. The transformer output voltage, that is AC voltage, to a pulsating DC voltage അല്ലെങ്കിൽ varying DC voltage. Okay, then comes the filter. Filter എന്താണ്? The output of the rectifier, that is a pulsating DC. Okay, that is passed through the filter circuit for removing most of the ripples. So in the output we will get a ripple free smooth DC. Okay, but എന്നാലും അതിൽ കുറച്ച് കറന്റ് ഉണ്ടാവും. Okay, അതൊക്കെ റിമൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്കൊരു ഫിക്സഡ് DC വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് നമ്മൾ ഫൈനലി റെഗുലേറ്ററിനെ യൂസ് ചെയ്യുന്നത്. Okay, it maintains a constant output DC voltage irrespective of the changes in the load current or changes in the AC input voltage. Okay, so this is the block diagram of a regulated DC power supply. Important ആണ് ഇത്. അധികവും ഈ എക്സാമിന് ചോദിക്കുന്നതാണ്, ഈ മൊഡ്യൂളിൽ അധികവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഈ ബ്ലോക്ക് ഡയഗ്രാം നീറ്റ് ആയിട്ട് പഠിക്കുക. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈച്ച് ബ്ലോക്ക് ആ ഒരു വേവ് ഫോമും പഠിക്കുക. ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ് വേ ആൻഡ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഇതുപോലെ ഉണ്ടാകും ആൻഡ് റെഗുലേറ്റർ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ആ ഔട്ട്പുട്ട് വേവ് ഫോംസ് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് വരച്ചു വെക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴും ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം. ദെൻ എന്ത് ചെയ്യണം? ഓരോ ബ്ലോക്സും സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ട്രാൻസ്ഫോമർ വരുന്നെങ്കിൽ ട്രാൻസ്ഫോമർ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ പർപ്പസസ് പറയാം. ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റെക്ടിഫയർ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ 1 or 2 പോയിന്റ്സ് അത് മസ്റ്റ് ആയിട്ട് എഴുതുക.
ഓക്കെ, മാർക്ക് നോക്കിയിട്ട് ഇപ്പം കൂടുതൽ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോയിന്റ്സ് കൂട്ടി എഴുതാം. കുറച്ച് മാർക്കാണെങ്കിൽ ഒരു മെയിൻ അതിന്റെ മെയിൻ പർപ്പസ് മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, ദെൻ ഫിൽറ്റർ എഴുതുക, ദെൻ റെഗുലേറ്റർ എഴുതുക. ഓക്കെ, ഫൈനലി ലോഡ് എന്താണെന്ന് അതും മാത്രം ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ എപ്പോഴും പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ബ്ലോക്ക് ഡയഗ്രം ഒക്കെ എഴുതുമ്പോൾ പോയിന്റ്സ് ആക്കി തന്നെ എഴുതാം. അല്ലാതെ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രം വരച്ചു എല്ലാം ഇങ്ങനെ ഒരു എസ്സേ പോലെ ഒരു പാരഗ്രാഫ് പോലെ എഴുതുകയാണെങ്കിൽ അതിന് മാർക്ക് എന്തായാലും കുറയും. ചിലപ്പോൾ നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ അതിൽ ഉണ്ടാവും, ബട്ട് അത് സെപ്പറേറ്റ് എടുത്ത് നോട്ട് ചെയ്യില്ല. ഓക്കെ, സോ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ വേറെ, റെക്ടിഫയർ വേറെ, ഫിൽറ്റർ വേറെ, റെഗുലേറ്റർ വേറെ തന്നെ എഴുതി ആ പോയിന്റ്സ് മാത്രം എഴുതി കാണിക്കും. എനിക്ക് എപ്പോഴും തിയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പോയിന്റ്സ് ആക്കി മാത്രം എപ്പോഴാണ് നിങ്ങളുടെ എഴുതുന്ന പോയിന്റ്സ് അതിൽ പ്രൊജക്ട് ചെയ്ത് കാണുള്ളൂ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഈ ഡി സി പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ക്ലിയർ ആണല്ലോ. ഹലോ, ഹലോ, ക്യാൻ യു ഹിയർ മീ? ക്ലിയർ അല്ലേ? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റെഗുലേറ്റർ ഡി സി പവർ സപ്ലൈ. ഓക്കെ, സോ നിങ്ങൾ വേഗം ഒന്ന് ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ചെടുക്കുക. ഇത് ഇന്ന് തന്നെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്ടിഫയർ സെക്ഷൻ. ഓക്കെ, റെക്ടിഫയറിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ വാട്ട് ഈസ് ഫിൽട്ടർ, അതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ വാട്ട് ഈസ് റെഗുലേറ്റർ. ഇൻ അവർ സിലബസ് വി ഹാവ് ടു സ്റ്റഡി വോൾട്ടേജ് റെഗുലേറ്റർ, ദാറ്റ് ഈസ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. അതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഈ 3 ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും പഠിക്കും. അത്രയാണ് ഈ മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, സോ ഈ ബ്ലോക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന് തന്നെ ഇത് പഠിക്കാം. So you just draw down this diagram. Okay, so please give your attendance.